ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. അതിനാണ് ജീവന്റെ ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയെ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം ധ്യാനിക്കാൻ പോകുന്നത്. പെന്തക്കോസ്ത് തിരുനാളിനോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ധാരാളം ചിന്തകൾ നമുക്ക് ധ്യാനിക്കാനുള്ള ഒരു അവസരം വന്നുപെട്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ ശ്രദ്ധയെ ബൈബിളിൻ്റെ പഴയ നിയമത്തിലുള്ള സക്കറിയ പ്രവചനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പഴയ നിയമത്തിലെ സക്കറിയ പ്രവചനം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സക്കറിയ പ്രവചനം 14-ന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജീവജലം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ജീവജലം എന്നാണ്. ജലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണല്ലോ. ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് എന്നാണ് സക്കറിയ പ്രവചനത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട്. പഴയ നിയമത്തിലെ ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്ത രീതിയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുകൾ ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ യെശയ്യായുടെ പ്രവചനത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: കന്യകയിൽ നിന്ന് അവൻ ഭൂജാതനാകുമെന്ന് എഴുതി വച്ചിരിക്കുന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇങ്ങനെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യായുടെ പുസ്തകത്തിൽ 7-ന്റെ 14 നാം വായിക്കുന്നു. അതുപോലെ തന്നെ യേശു എവിടെയാണ് ജനിക്കുക എന്ന് കൃത്യം സ്ഥലം മിക്കാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നു. 5-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നു: ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. എത്ര കൃത്യമായിട്ടാണ് ബൈബിളിൽ യേശു ഏത് സ്ഥലത്ത് ജനിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കന്യകയിൽ നിന്ന് ജനിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും അവൻ്റെ യാഗമരണത്തെക്കുറിച്ചും യെശയ്യാ അതിൻ്റെ 52-ഉം 53-ഉം അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് സക്കറിയ പ്രവചനം 14-ൽ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ സക്കറിയ പ്രവാചകന് മനസ്സിലായി, ഈ ജീവജലം പരിശുദ്ധാത്മാവ് ജെറുസലേമിൽ നിന്ന് പുറപ്പെടും. ജെറുസലേം, ആ വാക്കിൻ്റെ തന്നെ അർത്ഥം സമാധാന നഗരം എന്നാണ്. സമാധാന നഗരത്തിൽ നിന്ന് ഈ ജീവജലം പുറപ്പെടുമെന്ന് സക്കറിയ പറയുന്നു. എന്നാൽ കുറച്ചുകൂടെ സ്പഷ്ടമായി മറ്റൊരു പ്രവാചകന് ഇത് മനസ്സിലായി കിട്ടി. ജോയേൽ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ജോയേൽ പ്രവാചകന് മനസ്സിലായി ജെറുസലേം എന്നുള്ളത് കുറച്ചുകൂടെ കൃത്യമായി അദ്ദേഹം പറയുന്നു. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഉറവ പുറപ്പെടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. ആദ്യത്തെ ആൾ ഏത് സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുമെന്ന് പറയുമ്പോൾ ജോയേൽ പ്രവാചകൻ പറയുന്നു അത് പുറപ്പെടുന്നത് ആലയത്തിൽ നിന്ന് പുറപ്പെടുമെന്നാണ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്. ആലയത്തിൽ നിന്ന് പുറപ്പെടും. എന്നാൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, എസക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്നു ഈ ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന്, പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുമെന്ന് എസക്കിയേൽ 47 പറയുന്നു. ഞാൻ പറയുന്നു, ഒന്ന് ക്രമാനുഗതമായിട്ടൊന്ന് മനസ്സിൽ വെച്ച് നോക്കിയാൽ, സക്കറിയ പ്രവാചകൻ പറയുന്നു ജെറുസലേമിൽ നിന്ന് ജീവജലം പുറപ്പെടുമെന്ന് പറയുമ്പോൾ ജോയേൽ പ്രവാചകൻ പറയുന്നു ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുമെന്ന്. എന്നാൽ എസക്കിയേൽ പ്രവാചകൻ പറയുന്നത് ദേവാലയത്തിൻ്റെ പൂമുഖത്തിൻ്റെ അല്ലെങ്കിൽ ഉമ്മറപ്പടിയുടെ അടിയിൽ നിന്ന് പുറപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനേക്കാൾ ക്ലാരിറ്റി കിട്ടുകയാണ്, കൂടുതൽ വ്യക്തത വരികയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അവിടെ യോഹന്നാൻ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ ജീവജലം പുറപ്പെടാൻ പോകുന്നെന്ന് യോഹന്നാൻ പറയുന്നു. എന്നാൽ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനേക്കാൾ രസകരമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22-ന്റെ ആദ്യ വാക്യത്തിൽ പറയുന്നു, അവിടെ പറയുന്ന 22-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് സ്ഫടികതുല്യമായ ഒരു നദി ഒഴുകുന്നു. അതാണ് അതിൻ്റെ കൃത്യത. ഈ ജീവജലം ഒഴുകുന്നത് അങ്ങ് സ്വർഗത്തിൽ അത്യുന്നതനായവൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് ഈ സ്ഫടികതുല്യമായ നദി ഒഴുകി വരുന്നത്. ആ ജീവജലത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നാം ഈ ദിവസം ധ്യാനിക്കാൻ
പോകുന്നത്. ഈ ദിവസങ്ങളിൽ പല ആശയങ്ങളിലൂടെ നമ്മളിങ്ങനെ വേദപുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചിത്രം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സ് മാറ്റാതെ ഈ ആശയങ്ങൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ ഇടവരട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം ഈ ജീവജലം തിരുവെഴുത്തുകളിലെ നദികൾ എന്ന് പറയുന്ന വിഷയം തന്നെയുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തിരുവെഴുത്തിലെ നദികൾ, വേദപുസ്തകത്തിലെ നദികൾ, എന്തുമാത്രം നദികളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു നദിയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഈ സ്വർഗത്തിൽ നിന്ന് അന്ന് പെന്തക്കോസ്താ തിരുനാൾ ദിവസം സ്വർഗത്തിൽ നിന്ന് കുതിച്ചു ഒഴുകി വന്ന ആ നദിയുടെ പ്രവാഹം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ നദീപ്രവാഹത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പഴയ നിയമം എപ്പോഴും നിഴലുകളാണ്. ക്രിസ്തുവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ രക്ഷയുടെ സന്ദേശത്തെക്കുറിച്ചുള്ള നിഴലുകളാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുളുകളാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനിരൂപമല്ല. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന സംഭവങ്ങൾ, പഴയ നിയമത്തിലെ വ്യക്തികൾ, പഴയ നിയമത്തിലെ ആലയം, പഴയ നിയമത്തിലെ ആലയത്തിലെ ഉപകരണങ്ങൾ, പഴയ നിയമത്തിലെ യാഗങ്ങൾ എന്ന് വേണ്ട പഴയ നിയമത്തിൽ കാണുന്നതെല്ലാം നിഴലുകളാണ്. എന്തിൻ്റെ നിഴൽ? വരാനിരിക്കുന്ന രക്ഷകൻ്റെ, അവൻ്റെ രക്ഷാകർമ്മത്തിൻ്റെ നിഴലുകളാണ് കാണുന്നത്. പുതിയ നിയമത്തിലാണ് അതിൻ്റെ പൊരുളുകൾ, അതിൻ്റെ പൂർണ്ണത. അതുകൊണ്ട് പല ആളുകളും പറയാറുണ്ട് പഴയ നിയമം വായിക്കേണ്ടതില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് തെറ്റിദ്ധാരണയാണ് പ്രിയപ്പെട്ടവരെ. വേദപുസ്തകത്തിൻ്റെ പഴയ നിയമവും ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ യേശുവരാൻ പറഞ്ഞു, 17-ാം വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ പുതിയ നിയമം ആ ഫുൾഫിൽമെൻ്റാണ്, എല്ലാത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് യേശു ക്രിസ്തു കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവചനത്തിലെ നദികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എസെക്കിയേൽ പ്രവചനം 47-ാമത്തെ അധ്യായത്തിൽ നീരുറവയെക്കുറിച്ച് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സക്കറിയ പ്രവാചകൻ പറഞ്ഞു അത് ജെറുസലേമിൽ നിന്ന് പുറപ്പെടും. ജോയേൽ പ്രവാചകൻ പറഞ്ഞു ജെറുസലേമിലെ ആലയത്തിൽ നിന്ന് പുറപ്പെടും. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു ദേവാലയത്തിലെ ഉമ്മരപ്പടിയിൽ നിന്ന്, പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്നു പറഞ്ഞു. ആ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെട്ട ജീവജലത്തിൻ്റെ നദി, ആ നദിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആ നദി ഇങ്ങനെ ഒഴുകുന്നു, ആ നദി ഒഴുകി പോകുകയാണ്. ആ നദിയിലൂടെ പ്രവാചകനെ ദൈവം നടത്തുകയാണ്. പ്രവാചകനെ ദൈവം നടത്തി എസെക്കിയേൽ പ്രവാചകനെ ആ വെള്ളത്തിലേക്ക്, ആ നദിയിലേക്ക് ഇറക്കുകയാണ്. ആ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് പറ്റി? അദ്ദേഹത്തിൻ്റെ കണങ്കാൽ വരെയാണ് വെള്ളമുണ്ടായത്. കണങ്കാൽ വരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിക്കണം, ഒന്ന് ധ്യാനിക്കണം. ആ ഉറവയിലേക്ക്, ആ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണങ്കാൽ വരെയായിരുന്നു നദി. കണങ്കാൽ വരെ. എന്താ കണങ്കാൽ വരെ? കണ്ണിക്കാൽ വരെ വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? കാൽ എന്തിനെ സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ? കാൽ നടപ്പിനെ സൂചിപ്പിക്കുന്നു. നടക്കാനാണ് പാദങ്ങൾ. അങ്ങനെ കാൽ നടക്കാൻ ഉപയോഗിക്കുന്നു. ഈ പാദങ്ങളുടെ അവിടെ വരെയാണ് ഈ ജീവജലത്തിൻ്റെ നദിയായിരുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യം നമുക്ക് തരുന്ന വരദാനങ്ങളല്ല, ഭാഷാപരമോ പ്രവചനപരമോ വ്യാഖ്യാനപരമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടപ്പിനെ, നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുന്നു. എൻ്റെ ജീവിതത്തെ, നിങ്ങളുടെ ജീവിതത്തെ സംശുദ്ധമാക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രവൃത്തി മനുഷ്യനെ സംശുദ്ധരാക്കുക, അവൻ്റെ നടപ്പ് സംശുദ്ധമാക്കുക, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുദ്ധി തരിക. നീ കുടുംബജീവിതം നയിക്കുന്ന ആളാണോ, നിൻ്റെ വ്യക്തിപരമായ ജീവിതമാണോ, നീ അല്ലെങ്കിൽ ഒരു സന്യാസിയാണോ, നീ ഒരു പുരോഹിതനാണോ, ആരുമായിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതത്തെ സംശുദ്ധമാക്കലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പ്രവൃത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ സംശുദ്ധനാക്കുന്നു. കാറ്റഗിസത്തിൽ ഒരു ചോദ്യമുണ്ട്: ദൈവം എന്തിന് പരിശുദ്ധാത്മാവിനെ സഭയുടെ മേൽ അയച്ചു? ഉത്തരം: 1, ദൈവം പരിശുദ്ധാത്മാവിനയച്ച് സഭയെ വിശുദ്ധീകരിക്കാൻ. 2, പരിശുദ്ധാത്മാവിനയച്ച് സഭയെ പഠിപ്പിക്കാൻ. 3, സഭയെ നയിക്കാൻ. ആദ്യത്തെ ആശയമാണ് എന്താ? വിശുദ്ധീകരിക്കാൻ, സാങ്ക്ടിഫൈ ചെയ്തെടുക്കുക, ശുദ്ധീകരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയനെ ശുദ്ധീകരിക്കുന്നു, നിങ്ങളെയും ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണ പ്രോസസ്സ് ഇങ്ങനെ തുടർമാന പ്രക്രിയയാണ്, ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് പ്രിയപ്പെട്ടവർ. നമുക്ക് എന്തുമാത്രം ശുദ്ധീകരിക്കാനുള്ള, നമ്മൾ പാവപ്പെട്ട മനുഷ്യരായി നമ്മൾ കരിക്കട്ടയ്ക്ക് സമാനമാണ്. അത് കഴുകിയ വെളുക്കോ കരിക്കട്ട, വീണ്ടും വീണ്ടും കഴുകിയാലും കരി തന്നെയാണ് ഇളകി വരിക. എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കഴുകുന്നു. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലെ ദേവാലയത്തിൻ്റെ മുൻവശത്ത് ഒരു ഉപകരണം ഇരിപ്പുണ്ട്. പഴയ നിയമത്തിലെ സമാഗമന കൂടാരം അല്ലെങ്കിൽ സമാഗമ കൂടാരം. ആ കൂടാരത്തിൻ്റെ മുൻവശത്ത് വലിയൊരു തൊട്ടി ഇരിപ്പുണ്ട്. ആ തൊട്ടിയുടെ പേരാണ് താമ്രത്തൊട്ടി. വലിയ തൊട്ടിയാണ്. ആ തൊട്ടിയിൽ നിറച്ച് വെള്ളമാണ്.
ആ വെള്ളം എന്തിനാണെന്നറിയാമോ? പുരോഹിതന്മാർ അവിടെ യാഗർപ്പിക്കാൻ വരുമ്പോൾ അവരുടെ കയ്യിലോ കാലിലുള്ള അഴുക്കൊക്കെ കഴുകിക്കളയാൻ ഈ താമ്രത്തൊട്ടിയിലെ വെള്ളം ഉപയോഗിക്കും. വെള്ളം എന്തിനെ സൂചിപ്പിക്കുന്നു? ശുദ്ധീകരണത്തെ. പിന്നെ ശ്രദ്ധിക്കണമേ, ഈ ദേവാലയത്തിനകത്തും പുറത്തുമുള്ള ഉപകരണങ്ങളിൽ എല്ലാത്തിൻ്റെയും അളവ് പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അളവ്. യാഗപീഠം എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ അളവ് പറയുന്നുണ്ട്. അതുപോലെ ധൂപപീഠം എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ അളവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കവരവിളക്ക് എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ അളവ് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ കാഴ്ചയപ്പത്തിൻ്റെ മേശ എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ അളവ് പറയുന്നുണ്ട്. പിന്നെ അവിടെ തൂക്കിയിരിക്കുന്ന കർട്ടൻ എങ്ങനെയാണ് അതിൻ്റെ അളവ് പറയുന്നുണ്ട്. ഇങ്ങനെ ദേവാലയത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ഉപകരണത്തിൻ്റെ അളവ് പറയുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒന്നിൻ്റെ മാത്രം അളവ് പറയുന്നില്ല. ചിന്തിക്കണം, ആ മുൻവശത്ത് വെച്ചിരിക്കുന്ന താമ്രത്തൊട്ടിയില്ലേ, ആ താമ്രം കൊണ്ടുണ്ടാക്കിയ വലിയ തൊട്ടിയുടെ അളവ് പറയുന്നില്ല. എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ശുദ്ധീകരണത്തിന് അളവില്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് അളവില്ല, കയ്യും കണക്കുമില്ല. നമ്മളെ ശുദ്ധീകരിച്ചെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ശുദ്ധീകരണത്തിന് അളവില്ല. എന്നും 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 നമ്മളെ ശുദ്ധീകരിക്കണം. അതിനാണ് നമ്മുടെ കർത്താവ് യാഗമായി തീർന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എസെക്കിയേൽ പ്രവചനം 47 കാണുന്ന ഈ വെള്ളത്തിലേക്ക് ഇറക്കി പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വെള്ളം തട്ടി നിൽക്കുന്നത് മനസ്സിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പാദങ്ങളിലും. എന്താ കാര്യം? നമ്മളെ ശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കൂ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശുദ്ധമാക്കണമേ, എൻ്റെ ജീവിതത്തിലെ മുഴുവൻ മേഖലയും ശുദ്ധീകരിക്കണമേ. വേദപുസ്തകത്തിൽ നോക്കൂ, ആരെയാണ് ദൈവം ശുദ്ധീകരിക്കാതിരുന്നിട്ടുള്ളത്? തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും ശുദ്ധീകരിക്കുകയായിരുന്നു. ഒരിക്കൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ്. കർത്താവ് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത തീക്കനലുമായി പറന്നു വന്ന അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുക. നിന്റെ പാദങ്ങൾ വരെ എത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നടപ്പിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ട സഹോദരനെ, സഹോദരിയെ, ഒന്നും അറിഞ്ഞിരിക്കുക, ഒന്നും ഓർത്തിരിക്കുക. ഏതെങ്കിലും മേഖല ശുദ്ധീകരിക്കാനുണ്ടോ? ഏതെങ്കിലും മേഖലകൾ ശുദ്ധീകരിക്കാനുണ്ടോ? ഓർക്കണം, ഏതെങ്കിലും മേഖലകൾ ശുദ്ധീകരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ നിർമ്മലമാക്കണമേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ ശുദ്ധീകരിച്ചെടുക്കണമെന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും പ്രവാചകൻ ആ വെള്ളത്തിലൂടെ അങ്ങ് മുന്നോട്ട് നയിക്കുന്നു. മനോഹരമായ കാഴ്ച നിങ്ങൾ ചിന്തിക്കണം, കാണണം, നമ്മുടെ മനസ്സിൽ കാണണം. പ്രവാചകൻ എങ്ങനെ വെള്ളത്തിലൂടെ നയിക്കുന്നത് കാണണമേ. വെള്ളത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇതാ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. കണങ്കാലിൽ നിന്ന് വീണ്ടും വെള്ളം മുകളിലേക്ക് കയറി വന്നു. ഇപ്പോൾ ഇതാ മുട്ടുകാലൊപ്പം വെള്ളമുണ്ട്. മുട്ടുകാലിനൊപ്പം വെള്ളം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളെ ശുദ്ധീകരിച്ച് ജോലി നിർത്തല്ല ചെയ്യുന്നത്. പിന്നെയോ മുട്ടുകാലിനൊപ്പം വെള്ളമായി. മുട്ടോളം വെള്ളമായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അയാൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ പഠിക്കും. ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ പഠിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവർക്ക് വേറെ എങ്ങും മുട്ടുമടക്കേണ്ടി വരില്ല കേട്ടോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. പറഞ്ഞാൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. ദൈവസന്നിധിയിൽ നീ കീഴ്വഴങ്ങും. ദൈവത്തിൻ്റെ കരങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു ഉപകരണമാക്കി നിന്നെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന ഭാവം പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ വിനയമുള്ള മനുഷ്യരാക്കി മാറ്റുക. വിനയമുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അനുകരിക്കേണ്ട ഏറ്റവും വലിയ സ്വഭാവമാണ് കേട്ടോ വിനയമെന്നുള്ളത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നല്ലതാണ്. വിനയമുള്ള ആളുകളായിട്ട് മാറിയാൽ കുടുംബജീവിതത്തിൽ എന്തുമാത്രം നന്മയാണെന്നറിയാമോ? നീ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ആകട്ടെ, നീ ഒരു അധ്യാപനം ആരുമായിക്കൊള്ളട്ടെ, വിനയം ഒരു സൗന്ദര്യമാണ് പ്രിയപ്പെട്ടവരെ. സൗമ്യഭാവം ഒരു സൗന്ദര്യമാണ്. ആളുകളുടെ വിചാരം മുഖത്താണ് സൗന്ദര്യം, തടിയിലാണ് സൗന്ദര്യം, മസിലാണ് സൗന്ദര്യം, തലമുടിയിലാണ് സൗന്ദര്യം. അല്ല, നിന്റെ ആന്തരിക വ്യക്തിത്വം, ഇന്നർ പേഴ്സണാലിറ്റി. അപ്പോസ്തലനായ പത്രോസ് അത് പറയുന്നുണ്ട്. സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം. എന്തു മഹനീയമായ വാക്കുകൾ അദ്ദേഹം ഉച്ചരിക്കുന്നു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആന്തരിക വ്യക്തിത്വം, അതാണ് സൗന്ദര്യമുണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നമ്മുടെ സൗമ്യഭാവം, നമ്മുടെ എളിമഭാവം. കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്കണം കേട്ടോ. പുതിയ തലമുറയിൽപ്പെട്ട കൂട്ടുകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം കേട്ടോ. ന്യൂജൻ ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണമേ. സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആന്തരികതയിലാണ്, മുഖത്തല്ലാട്ടോ സൗന്ദര്യം. അതുകൊണ്ട് ശരീരത്തിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ജരാനരകൾ ബാധിക്കും, അല്ലേ? ജരാനരകൾ ബാധിക്കും. തൊലിയെല്ലാം ചുളിഞ്ഞു പോകും, മുടിയെല്ലാം കൊഴിഞ്ഞു പോകും, പല്ലും അങ്ങനെ തന്നെ, മുതുകെല്ലാം വളയും. പക്ഷേ ആന്തരിക സൗന്ദര്യം, നിൻ്റെ അകത്താണ് സൗന്ദര്യം വേണ്ടത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. എത്രയോ വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമ ആളുകളിലും ഒക്കെ നമുക്ക് കാണാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ആളുകൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത്തരത്തിൽ മനുഷ്യൻ രൂപപ്പെടുത്തുന്നത്. അങ്ങനെ മുട്ടോളം വെള്ളമായാൽ
ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ മടിക്കില്ല. സങ്കീർത്തകൻ പറയുന്നില്ലേ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാം, നിന്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാമെന്ന്. അതെ, സൃഷ്ടാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. എല്ലാ മുട്ടും മടങ്ങും എന്നുള്ളൊരു പാട്ട് തന്നെയുണ്ട് അല്ലേ. എല്ലാ നാവും പാടിടും എന്ന് പറയുന്ന പാട്ട് പോലെ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനും ദൈവസന്നിധിയിൽ പാടാനും മടി കാണിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അത്തരത്തിലാക്കി മാറ്റും. എത്രയോ വലിയ ആളുകളാണ് അങ്ങനെയുള്ള ഭീകരന്മാരായിട്ടുള്ള ആളുകളെ കർത്താവ് പിടികൂടിയിട്ടുണ്ട്. നമുക്കറിയാം പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് അല്ലേ. പൗലോസ് ആകുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടുന്നതിന് എങ്ങനെ നടന്ന മനുഷ്യനാണ്. പക്ഷേ ദൈവത്തിൻ്റെ തേജസ് അദ്ദേഹവുമായി കണ്ടുമുട്ടിയപ്പോൾ ഉദിച്ചുയരുന്ന അല്ലെങ്കിൽ മധ്യാഹ്ന സൂര്യനെ വെല്ലുന്ന ആ തേജസ് അവനെ സ്പർശിച്ചപ്പോൾ മുട്ടുമടങ്ങി താഴെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വിനയപ്പെടുന്ന മനുഷ്യനായിട്ട് മാറുന്നു. അത്ഭുതകരമായ കാഴ്ചയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മനുഷ്യനെ അത്തരത്തിൽ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുട്ടോളമായി കഴിഞ്ഞാൽ അദ്ദേഹം മുട്ടുമടക്കാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ കീഴ്പ്പെടാൻ തയ്യാറാകുന്നു. തീർന്നില്ല, വീണ്ടും പ്രവാചകനെ മുന്നോട്ട് നയിക്കുന്നു. മുന്നോട്ട് വീണ്ടും പോകുമ്പോൾ ജീവജലം വീണ്ടും മുകളിലേക്ക് കയറാണ്. ഇപ്പോൾ വെള്ളം എവിടെ വരെയായി? അരയ്ക്കൊപ്പം വെള്ളമായി. എഫേസ്യ ലേഖനം വായിച്ചു നോക്കിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം ബൈബിളിലെ ഒരു ലേഖനമാണ്. എഫേസോസുകാർക്കെഴുതിയ ലേഖനം 6 അധ്യായങ്ങളുള്ള ലേഖനമാണ് എഫേസോസുകാർക്കെഴുതിയ ലേഖനം. മറക്കരുത്, എഫേസോസുകാർക്കെഴുതിയ ലേഖനം 6 അധ്യായമുണ്ട്. ആ ലേഖനത്തിലുണ്ടല്ലോ 6-ാമത്തെ അധ്യായം വായിച്ചു നോക്കണം. അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, സത്യം കൊണ്ട് അരമുറുക്കണം. ബെൽറ്റിട്ട് അരമുറുക്കിയാൽ പോരാ, പിന്നെയോ സത്യം കൊണ്ട് അരമുറുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ അരയോളം എത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രതീകാത്മ പ്രയോഗങ്ങളാണത്. നീ സത്യം കൊണ്ട് അരമുറുക്കും. കള്ളം കൊണ്ടല്ല അരമുറുക്കുക, സത്യം കൊണ്ട്. നീ സത്യം പറയും, സത്യത്തിന് വേണ്ടി നിലകൊള്ളും. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഉണ്ടാകാനില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാണ്, സത്യത്തിൽ ജീവിക്കുക. മത്സ്യത്തിന് വെള്ളത്തിലല്ലേ ജീവിക്കാൻ കഴിയൂ. വെള്ളത്തിൽ നിന്ന് കരയിൽ പിടിച്ചിട്ട് മത്സ്യം കുറച്ച് കഴിയുമ്പോൾ പിടഞ്ഞ് ചത്തുപോകും. പിന്നെ മനുഷ്യന് കരയിൽ ജീവിക്കാനേ കഴിയൂ. വെള്ളത്തിൽ പിടിച്ചിട്ടാലോ കുറച്ച് കഴിയുമ്പോൾ മനുഷ്യൻ ചത്തുപോകും. പ്രിയപ്പെട്ടവരെ, പക്ഷികൾ ആകാശത്തിൽ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്നു. ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ മനുഷ്യൻ ജീവിക്കേണ്ടത് എവിടെയാണെങ്കിലും അവൻ സത്യത്തിൽ ജീവിക്കണം. സത്യമായിരിക്കണം അവൻ മുറുകെ പിടിക്കേണ്ടത്. മരിക്കേണ്ടി വന്നാലും നീ സത്യം വെടിയരുത് എന്നാണ് പറയുന്നത്. വെടിയാൻ പാടില്ല. ചില മരിക്കേണ്ടി വന്നാലും സത്യം പറയാത്ത ആളുകളുണ്ട്. സത്യം വെടിയരുത്. സത്യത്തെ മുറുകെ പിടിക്കണം. സത്യത്തിൻ്റെ ആളുകളായിട്ട് നമ്മൾ മാറണം. ആരാണ് സത്യം? നമ്മുടെ കർത്താവാണ്. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആരയ്ക്കൊപ്പം വെള്ളമായാൽ, ആരയ്ക്കൊപ്പം ജീവജല നദി ആയിക്കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, നീ സത്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ ആയിത്തീരും. പഴയ നിയമത്തിൽ, വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ വിശുദ്ധാത്മാക്കളൊക്കെ നോക്കി എത്രയോ പേരാണ് സത്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വമകണം ചൂടിയത്. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എത്രയോ അപ്പോസ്തലന്മാർ, യോഹന്നാൻ ഒഴികെ ബാക്കിയെല്ലാവരും രക്തസാക്ഷിത്വം വഹിച്ചു. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകളെ ശരീരത്തിൽ മെഴുകുശീലകൾ ചുറ്റി അതിന് തീ കൊടുത്ത് എത്രയോ ആളുകളെ തീപ്പന്തങ്ങളാക്കി മാറ്റി. നീറോർ ചക്രവർത്തിയുടെ കാലത്ത് തീപ്പന്തങ്ങളായി മാറി. എന്നിട്ടും അവർ ആ സത്യത്തെ വിട്ടൊഴിഞ്ഞ് പോകാതെ സത്യത്തെ മുറുകെ പിടിച്ചു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, സത്യം കൊണ്ട് അരമുറുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്തരത്തിൽ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദൈവമാണ് അത് ചെയ്യുന്നത്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. നമ്മൾ തീരുമാനമെടുത്തുകൊണ്ടായില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ അങ്ങനെ ആക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സുഭാഷിതങ്ങളിൽ സോളമൻ പറയുന്നുണ്ട്, നീതിമാന്മാർ സിംഹത്തെ പോലെ ധീരരാണ്. സിംഹം കാട്ടിലെ രാജാവാണ്. സിംഹത്തിന് വല്ലതും ഭയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ സിംഹത്തെ പോലെ ധീരരായി തീരും. നമ്മുടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന കാര്യത്തിൽ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ നമ്മൾ തീപ്പന്തങ്ങളായിട്ട് മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ! ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമാണത് ചെയ്യുന്നത്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അങ്ങനെ ബലപ്പെടുത്തട്ടെ. തീർന്നില്ല, എസെക്കിയേൽ പ്രവാചകൻ വീണ്ടും മുന്നോട്ട് നയിക്കുന്നു. വീണ്ടും വെള്ളത്തിലൂടെ അങ്ങനെ മുന്നോട്ട് നയിക്കുമ്പോൾ വെള്ളം കയറി വരികയാണ് കേട്ടോ. ഇപ്പോൾ നീന്താതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരാൾ വെള്ളത്തിൽ നീന്തി തുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളത്തിൽ നീന്തി തുടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദം തറയിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി. ഇപ്പോൾ നിലത്ത് മുട്ടുന്നില്ല.
ഇത് ചിന്തിക്കേണ്ട ഒരു ആശയമാണ്. നിലത്ത് മുട്ടുന്നില്ല. നീന്താൻ തുടങ്ങിയാൽ പാദങ്ങൾ മാത്രമല്ല ശരീരം മുഴുവൻ വെള്ളത്തിൻ്റെ മുകളിലാണ് പ്രിയപ്പെട്ടവരെ. വെള്ളത്തിൻ്റെ മുകളിൽ പാദങ്ങൾ ഇനി മണ്ണിൽ മുട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഭൗമികമായതെല്ലാം വിട്ടു ഭൗമികമായതിൽ നിന്ന് ഉയരുകയാണ് പ്രിയപ്പെട്ടവരെ. അതെ, അത് അത്തരത്തിൽ ദൈവമാക്കുന്നതാണ് നമ്മളെ ഭൗമികമായ. ഒരു കാലത്ത് നമ്മൾ ഈ ഭൂമിയുടേതായ സന്തോഷങ്ങൾ, ഭൂമിയുടേതായ സുഖങ്ങൾ, ഭൂമിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഭൗമികമായിട്ടുള്ള ആനന്ദങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളായിരുന്നു. ഭൂമിയുടെ സുഖസന്തോഷങ്ങളിൽ മുഴുകാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മളത് വിട്ടു. അല്ല, നമ്മളിന്ന് കർത്താവ് അത് വിടുവിച്ചു. പാമ്പിൻ്റെ പടം പൊടിയുന്നത് പോലെ അത് നമ്മളിന്ന് പോയി കഴിഞ്ഞു. ചൊറിയുടെ പൊറ്റം പൊളിഞ്ഞു പോയതുപോലെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിത് വിട്ടുപോയി. ദൈവം ചെയ്യുന്ന മഹനീയമായ കാര്യമാണ്. അങ്ങനെ ഇതാ വെള്ളത്തിൻ്റെ മുകളിൽ ഭൗമികം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അശുദ്ധി, മനഃക്ഷോഭം, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വിട്ടുകളഞ്ഞിരിക്കുന്നു. ഇതാ വെള്ളത്തിൻ്റെ മുകളിലാണ് നമ്മൾ. പക്ഷേ ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങ് നീന്തി തുടിച്ചു പോകുമ്പോൾ തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. തല താഴ്ത്തിയിട്ടല്ല, തല ഉയർത്തിപ്പിടിച്ച്, കണ്ണുകൾ ഉയർത്തിപ്പിടിച്ച്, ശ്വാസം കിട്ടാൻ വേണ്ടി മൂക്കെല്ലാം വെള്ളത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, ശിരസ് ഉയർത്തിപ്പിടിച്ച് നീന്തി പോവുകയാണ് വെള്ളത്തിൻ്റെ മുകളിൽ. പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിൽ മുങ്ങി തുടിച്ച് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് വിശുദ്ധാത്മാക്കൾ. അവരിതാ പാദങ്ങളെല്ലാം നിലത്തല്ല ഉറപ്പിച്ചിരിക്കുന്ന ജീവജലത്തിൽ നീന്തി തുടിക്കുന്നു. ആത്മാവിൻ്റെ പ്രവാഹം, ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ. ഇങ്ങനെ ഒരു ഈ നാലാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആണ് അതിമനോഹരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, ദിവ്യാനുഭൂതികൾ ഉണ്ടാകുന്നത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അത്ഭുതകരമായ അവസ്ഥ. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളുകളാക്കി ദൈവം നമ്മളെ മാറ്റട്ടെ. മാത്രമല്ല, ഇതിന് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഒരു പാതിരാത്രിക്ക് ഒരു പണ്ഡിതൻ, നിക്കോദേമോസ് എന്നാണ് പേര്. ആ പേരിൻ്റെ അർത്ഥം തന്നെ നിർദോഷ രക്തം എന്നാണ്. അദ്ദേഹം യേശുവിനെ കാണാമെന്നാണ്. യേശു ആണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. അദ്ദേഹം മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ. പക്ഷേ കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വീണ്ടും ജനനാനുഭവം ഉണ്ടായി. അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി തീർന്നു. അദ്ദേഹത്തിന് യേശുക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടൽ, എൻകൗണ്ടർ വിത്ത് ജീസസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടി. യേശുവുമായിട്ടുള്ള ആ കണ്ടുമുട്ടൽ അദ്ദേഹത്തെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. അദ്ദേഹം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളത് പിന്നീട് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം പല സ്ഥലത്തും പിന്നെ യേശുവിനെതിരായിട്ട് പലരും പറയുമ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നുണ്ട്. എന്തിന്? കർത്താവിൻ്റെ ശവസംസ്കാര സമയത്തും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായതിൻ്റെ അടയാളമാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്ന എന്താണെന്നോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ ഈ ഭൗമികമായ തലത്തിൽ നമുക്ക് ഉയർത്താൻ കഴിയൂ. പള്ളി പെരുന്നാളിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പലതരം ബലൂൺ വെച്ചിരിക്കുന്നത്. ഒരു ബലൂൺ ഉണ്ടല്ലോ, ചരട് പൊട്ടിയാൽ പിന്നെ താഴേക്ക് പോകത്തില്ല, അത് മുകളിലേക്ക് ഉയർന്നു പോകും. കാരണം എന്താണെന്നറിയുമോ? ആ ബലൂണിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. അവിടെ ചരട് പൊട്ടിയാൽ അതങ്ങ് മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്കാണ് നമ്മളുടെ മനസ്സും ചിന്താഗതികളും ഉയരേണ്ടത്. ഭൗമികമായിട്ടുള്ളതിൽ നിന്ന് മനസ്സ് പോകട്ടെ, ഉയരങ്ങളിലേക്കാണ്. നമ്മുടെ മനസ്സിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ഒന്നിന് മാത്രമേ സാധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്. അതുകൊണ്ട് ഈ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക കാര്യം പറയാം. വളരെ ശ്രദ്ധിക്കണമേ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി സൂക്ഷിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം അശുദ്ധിക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത് കേട്ടോ. നല്ല തീരുമാനമെടുക്കണം. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി അവസാനം വരെ സൂക്ഷിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിന്, പരിശുദ്ധ ത്രിത്വത്തിന് കുടികൊള്ളാൻ തക്ക വിധത്തിൽ നിർമ്മലരായിരിക്കാൻ കർത്താവിന് മുമ്പിൽ തീരുമാനമെടുക്കണം. കർത്താവ് നമ്മെ സഹായിക്കും. യേശുവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ക്രൂശ് മരണത്തിൻ്റെ ശക്തി, അവിടുത്തെ രക്തത്തിൻ്റെ ശക്തി നമ്മെ ശുദ്ധീകരിക്കും. അങ്ങനെ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്ന അത്ഭുതകരമായ അനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവെ, ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടതിന് നന്ദി പറയുന്നു. ജെറുസലേമിൽ ആരംഭിച്ച ആ തിരുവചനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ജെറുസലേം ദേവാലയത്തിൽ ഞങ്ങൾ കണ്ടു. പിന്നീട് ആ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്നു കണ്ടു. പിന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നും
ആ നദി ഒഴുകുന്നത് ഞങ്ങൾ കണ്ടു. അത് ആരംഭിച്ചത് അങ്ങ് സ്വർഗീയ സിംഹാസനത്തിൽ നിന്നാണെന്ന് ഞങ്ങൾ കണ്ടു. കർത്താവെ, സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ പുറപ്പെടുന്ന സ്ഫടികതുല്യമായ നദി ഞങ്ങളിലേക്ക് ഒഴുകണമേ. ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റണമേ. ഞങ്ങളെ ദൈവിക സന്തോഷമുള്ളവരാക്കി മാറ്റണമേ. അങ്ങനെ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിനെ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക.